നമ്മളുടെ കക്കറിച്ചി ഫ്രൈക്കായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ കക്കറിച്ചിയാണ് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഈ ഒരു റെസിപ്പിയിൽ നമ്മളിത് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റതെന്ന് പറയുന്നത് വേവിക്കുക, പിന്നെ ഇതിനുള്ള ഒരു പേസ്റ്റ് ശരിയാക്കുക, പിന്നെ ഇതിനുള്ള ഫ്രൈയും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് വേവിക്കാനായിട്ട് നമ്മളുടെ കക്കറിച്ചിയിലേക്ക് 1/4 കപ്പ് വെള്ളം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പ് ഇതെല്ലാം ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കക്കറിച്ചിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ളം വറ്റിയാൽ അതിൻ്റെ അർത്ഥം കക്കറിച്ചി വെന്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ നല്ലോണം ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അത് മാറ്റി വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇതിനുള്ള പേസ്റ്റ് ശരിയാക്കാനാണ്. അപ്പോൾ പേസ്റ്റിനായിട്ട് നമ്മളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇതും മാറ്റി വെക്കുക. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് ഫ്രൈ ചെയ്യാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാകത്തിന് നമ്മുടെ ആവശ്യം അനുസരിച്ച് വേണം വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ വേപ്പല, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഈ പേസ്റ്റിൻ്റെ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി എന്ന് നമുക്ക് കുറേ നേരം ഇത് ഒന്ന് ഇട്ടിളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചപ്പ് മണം ഒന്ന് മാറി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മാറിയതിന് ശേഷം നമുക്കൊരു സൂത്രക്കാരൻ ഇടാനുണ്ട്. അതാണ് നമ്മളുടെ തേങ്ങാക്കൊത്ത് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നല്ലോണം മുരിപ്പിച്ചെടുക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മുരിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ആ ഒരു പച്ച കടിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് പാകം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ സൂത്രക്കാരൻ എന്ന് പറയുന്നത്, കക്കറിച്ചിയുടെ മെയിൻ സൂത്രക്കാരൻ എന്ന് പറയുന്നത് തേങ്ങാക്കൊത്തും കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് കൂടുന്തോറും കക്കറിച്ചിയുടെ സ്വാദും കൂടും. ഓക്കെ, പിന്നെ നമുക്ക് പൊടികൾ ഇടാനുള്ളതാണ് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് വീണ്ടും നല്ലോണം ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ മസാലകളൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ കക്കറിച്ചി എടുത്തിടാം. കക്കറിച്ചി ഇട്ടിട്ട് വീണ്ടും നല്ലോണം, അതായത് നമ്മളുടെ മസാല ഇറച്ചിയിൽ മൊത്തം പിടിക്കും തോറും നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും ഈ പറഞ്ഞ മാതിരി ഉപ്പ്, കുരുമുളക്, വെളിച്ചെണ്ണ ഇത് വീണ്ടും ചേർത്തെടുക്കുക. ഉപ്പൊക്കെ നമ്മളുടെ പാകം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ കുരുമുളകൊക്കെ ചേർക്കും തോറും കക്കറിച്ചിയുടെ സ്വാദ് കൂടും. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇതിളക്കി കൊടുക്കുക. അപ്പം നമ്മളുടെ ടാസ്ക് മറക്കണ്ട, കക്കറിച്ചിനൊന്ന് മൊരിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടെ ഒന്ന് എടുത്ത് നോക്കാം, ഇത് വിട്ട് കിടക്കുന്നുണ്ടോ. അതായത് നമ്മളിത് എടുക്കുമ്പോൾ കക്കറിച്ചി മണി പോലെ ഇത് താഴത്തോട്ട് വീഴുന്നുണ്ടെങ്കിൽ അതായത് നമ്മളുടെ കൺസിസ്റ്റൻസി ഓക്കെ ആണ്, സെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇത് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇത് മണി പോലെ ഇത് വിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൺസിസ്റ്റൻസി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. സോ ഇത് സെറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.